കഴിഞ്ഞിട്ടില്ല. എന്നാൽ കാന്തപുരം ഉസ്താദ് എവിടെ എത്തിയ നിങ്ങള്? കാന്തപുരം ഉസ്താദിനെ എല്ലാവർക്കും അറിയാന്ന് മാത്രമല്ല, കാന്തപുരം ഉസ്താദ് ആരാന്ന് സഖാഫികള് പറയുന്നതിനേക്കാളും വാചാലമായി പൊതുസമൂഹം അടയാളപ്പെടുത്താൻ തുടങ്ങി. അതാണ് കൂട്ടരെ നവോത്ഥാനം, അതാണ് മഖ്ദൂം തങ്ങളുടെ നവോത്ഥാനം. അത് ആത്മീയതയിൽ അധിഷ്ഠിതമാണ്. ആത്മീയതയില്ലാത്ത നവോത്ഥാനം പാറപ്പുറത്ത് പയർ കൃഷി ചെയ്യുന്നത് പോലെ വിഡ്ഢിത്തമാണ്. ആ വിഡ്ഢിത്തമാണ് നിങ്ങളെ സമൂഹത്തിൽ വട്ടപൂജ്യമാക്കിയത്. ഒന്ന് രണ്ട് ഉദാഹരണം കേൾക്കുക. എന്തിനാ നിങ്ങള് പൊതുസമൂഹത്തിന് ഇപ്പൊ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ വഹാബികൾ ഇനി വികാരപ്പെടണ്ട, നിങ്ങൾ ഇനി വ്യാകുലപ്പെടും വേണ്ട. ഈ സമൂഹത്തോട് നിങ്ങൾ ചെയ്യേണ്ട ഒരു സേവനം ഒന്ന് മാത്രമേ ഉള്ളൂ, നാവടക്കി വീട്ടിലിരിക്കുക. അത് മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. നിങ്ങൾ നോക്ക്, പിന്നെ MI ഷാനവാസ് MP ഞങ്ങളെ മണ്ഡലത്തിലെ MP ആണ്. AP ഉസ്താദ് ആരാന്ന് പറഞ്ഞുതരാം. ഈ സമുദായത്തിന് പ്രകാശമായി നിലനിൽക്കുന്ന മഹത്തായ വ്യക്തിപ്രഭാവത്തിന്റെ ഉടമയാണ് AP ഉസ്താദ് അവർകൾ. തൊട്ടതൊക്കെ പൊന്നാക്കി ചെല്ലുന്ന മേഖലകളിലൊക്കെ ദീനുൽ ഇസ്ലാമിന് വേണ്ടി ഉള്ള പ്രചാരണം നടത്തുന്നതോടൊപ്പം ഈ സമൂഹത്തെ ഒന്നായി കാണാൻ, മതവൈരി കൂടാതെ ഈ സമൂഹത്തെ ഒരുമിപ്പിക്കാൻ അദ്ദേഹം നടത്തുന്ന ശ്രമം എത്ര ശ്ലാഘനീയമാണെന്ന് പറഞ്ഞാലും മതിയാവുകയില്ല. സർവമത മൈത്രിക്ക് വേണ്ടി അദ്ദേഹം ഉയർത്തുന്ന അദ്ദേഹത്തിന്റെ പണ്ഡിത ശ്രേഷ്ഠമായ സമരം, അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങൾ ഈ രാജ്യത്തിന് മുഴുവൻ മാതൃകയാണ്. ഒരു പാവപ്പെട്ട സമുദായത്തെ ഉയർത്തുവാൻ അദ്ദേഹം നടത്തിയ സംഭാവനകൾ അവിസ്മരണീയമാണ്. ഓരോ ദിവസവും അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് വളരുന്ന ഒരു പ്രസ്ഥാനമുണ്ട് എങ്കിൽ AP ഉസ്താദ് നേതൃത്വം കൊടുക്കുന്ന മഹത്തായ പ്രസ്ഥാനമാണ്. കണ്ണടച്ച് തുറക്കുന്നത് പോലെ വളർച്ചയാണത്. എത്രയോ ആളുകളാണ് മർക്കസിൽ വന്നു പോകുന്നത്. അത്ഭുതപ്പെട്ടു പോകും. തിരക്കിന്റെ ഇടയിൽ കഴിഞ്ഞ ദിവസം ഞാൻ അദ്ദേഹത്തിന്റെ സമീപത്ത് ചെന്നപ്പോൾ പൂർണ്ണ അന്ധനായ ഒരു ചെറുപ്പക്കാരൻ വരികയാണ് ജോലിക്ക് വേണ്ടി. ആ വലിയ തിരക്കിന്റെ ഇടയും ക്ഷമയോടുകൂടി കണ്ണ് കാണാത്തവന്റെ തലയിലേക്ക് തലോടി അവനെ ആശ്വസിപ്പിച്ച് അവന് പ്രതീക്ഷകൾ കൊടുത്ത് അവന് വേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ ഏൽപ്പിച്ചപ്പോൾ കാണാത്ത, എപ്പോഴും ഇരുട്ട് കാണുന്ന ആ കണ്ണിലെ പ്രകാശമായി AP ഉസ്താദ് അവരുകള് മാറുന്നതിന്റെ ദൃക്സാക്ഷിയായി ഞാൻ കണ്ടു. ിറാകുഹക്കടുത്ത് വെച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ട് വൈവിഹലരായി ബഹുമാനപ്പെട്ട മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ അടുത്ത് ചെല്ലുന്ന ഹബീബിനോട് ഖദീജ ബീവി പറഞ്ഞില്ലേ, അങ്ങയെ അല്ലാഹു കൈവടിയില്ല കേട്ടോ. തക്സിബുൽ മഅദൂമ വതഹ്മിലുൽ കല്ലാ, വേദനിക്കുന്നവന്റെ കണ്ണുനീരൊക്കുന്നവരാണെന്ന് നബിയേ, അതുകൊണ്ട് അങ്ങയെ അല്ലാഹു കൈവടിയില്ല എന്ന് ഹബീബിനെ ആശ്വസിപ്പിച്ച ഖദീജ റളിയല്ലാഹു അൻഹയുടെ വാക്ക്. ഇതല്ലേ പ്രവാചകന്മാരുടെ പിൻഗാമികളായ പണ്ഡിതന്മാരിൽ നിന്ന് ലോകം കാണേണ്ടത്? അത് കാന്തപുരത്തിൽ നിന്ന് ലോകം കണ്ടുപോയി. അങ്ങനെയാണ് കാന്തപുരത്തിന് പബ്ലിസിറ്റി ഉണ്ടായത്. പണിയെടുത്തിട്ടുണ്ടാണ് സംഗതി. ആ പബ്ലിസിറ്റി പെരയിലിരുന്ന അത് കിട്ടൂല. ഇനി ഒന്ന് രണ്ട് ഉദാഹരണം കൂടി. ബഹുമാനനായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കോഴിക്കോട് ജില്ലാ നേതാവ് C മോയിൻകുട്ടി സാഹിബ് AP ഉസ്താദിനെ പരിചയപ്പെടുത്തി കൊടുക്കുക. ഈ അനുസരിച്ചിട്ട് വളരെ പരിമിതമായ രണ്ട് വാക്കിലൂടെ ഞാൻ ആശംസകൾ നേരാൻ ആഗ്രഹിക്കുന്നത്, സംശയം വേണ്ട, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായിട്ട് തന്നെ, സംശയം വേണ്ട, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായിട്ട് തന്നെ, സംശയം വേണ്ട, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായിട്ട് തന്നെ. കക്ഷി രാഷ്ട്രീയ വിഭാഗീയ ചിന്താഗതികൾക്കൊക്കെ അതീതമായി ഒട്ടേറെ ചരിത്ര സ്മരണകൾ അയവിറക്കുന്ന ഈ പൂനൂരിന്റെ മണ്ണിൽ മഹാനായ പണ്ഡിതൻ കാന്തപുരം
കാന്തപുരം ഉസ്താദിനെ നമ്മൾ നെഞ്ചേറ്റുകയാണ്, നമ്മുടെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ഒരു മഹാപ്രസ്ഥാനം നട്ടു നനച്ച് പടർന്ന് പന്തലിച്ചു ഒരു വനവൃക്ഷമായി കേരളത്തിലകത്തും പുറത്തും ദേശീയ അന്തർദേശീയ തലങ്ങളിലും ഉയർന്നു നിൽക്കുകയാണ്. അതിന്റെ മഹാരഥനായ സാരഥിക്ക് നമ്മൾ നൽകുന്ന ഈ വരവേൽപ്പ് ഈ പ്രദേശം കൂടി ആദരിക്കപ്പെടുക തന്നെയാണ് എന്ന കാര്യത്തിൽ എനിക്ക് അനന്തമായ സന്തോഷമാണുള്ളത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ മതരംഗത്തും സാമൂഹ്യ രംഗത്തും സാംസ്കാരിക രംഗത്തും ജീവകാരുണ്യ രംഗത്തും ആതുര ശുശ്രൂഷ രംഗത്തും നിഖില മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹാവ്യക്തിത്വത്തെ ആദരിക്കുന്ന കാര്യത്തിൽ തീർച്ചയായും ഒരുപാട് സന്തോഷം തന്നെയാണുള്ളത് എന്നൊരിക്കൽ കൂടി ആവർത്തിച്ച് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അപ്പോ മർക്കസ് സമ്മേളനത്തിക്ക് ലോക നേതാക്കൾ വരുന്നത് AP ഉസ്താദിന്റെ വലുപ്പത്തിന്റെ അടിത്തറയാണ്. അപ്പൊ വിഷയം അവിടുന്ന് വിട്ടേ. മുജാഹിദ് സമ്മേളനത്തിലേക്ക് വരുന്ന ലോക നേതാക്കളും ഷെയ്ഖ് അബൂബക്കറിന്റെ അടുത്തേക്ക് എത്തണിച്ചെങ്കിൽ ആ വലുപ്പത്തിനെ ഒന്ന് കൂട്ടിവെക്കാണേ. ഇതെന്താണ് സമൂഹത്തിൽ കാന്തപുരം ഉസ്താദ് ഇടപെട്ടു? ഞാൻ വരുന്നത് മലപ്പുറം ജില്ലയുടെ ഒരു അതിർത്തി, തമിഴ്നാട് അതിർത്തിയിലെ വഴിക്കടവ് നിലമ്പൂർ മണ്ഡലത്തിൽ നിന്നാണ്. ആ വഴിക്കടവ് പോലീസ് സ്റ്റേഷനിലെ SI മുതൽ കാശ്മീരിലെ കാർഗിൽ മടക്കിലെ പട്ടാളക്കാരന്റെ അടുത്ത് വരെ കാന്തപുരം ഉസ്താദ് ആരാണ് എന്ന ചിത്രമുണ്ട്. നിങ്ങൾക്കറിയില്ലേ, കേരളത്തിന്റെ കവലകളിൽ രാഷ്ട്രീയ മത അന്ധത ബാധിച്ച സമൂഹം കലാപം കൂട്ടിയപ്പോ മനുഷ്യ മനസ്സുകൾ കോർത്തിവെക്കാൻ കാന്തപുരം ഉസ്താദ് കേരളത്തിന്റെ കവലകളിൽ കിടന്നുപോയ കേരളയാത്ര രാജ്യത്തെ മുഴുവൻ വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക നായകന്മാരും മുക്തകണ്ഠം പ്രശംസിച്ച ആ യാത്ര കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കാലുഷ്യം നിറഞ്ഞ മണ്ണാണ് കാശ്മീർ. ആ കാശ്മീരിന്റെ തെരുവുകളിൽ കാന്തപുരം ഉസ്താദ് സമാധാനത്തിന്റെ ശാന്തിയുടെ വജസ്സുമായി കടന്നു ചെന്നു. ഇന്ത്യൻ പട്ടാളക്കാരുടെ തോക്കുചൂണ്ടിയ ഇന്ത്യൻ പട്ടാളക്കാരുടെ പ്രൊട്ടക്ഷനോടുകൂടെ രാജ്യത്തെ ജനവിഭാഗങ്ങളുടെ മനസ്സുകളിൽ തീവ്രവാദത്തിനെതിരെ സന്ധിയില്ലാ സമര പോരാട്ടം നടത്തി ശാന്തിദൂതമായി കാശ്മീരിന്റെ തെരുവുകളിലൂടെ കാന്തപുരം ഉസ്താദ് നടത്തിയ ജൈത്രയാത്ര. പിറ്റേന്നു രാവിലെ പൂഞ്ചിലേക്കുള്ള പ്രയാണം. शुक्र है हम पर वाजिब, शुक्र है हम पर वाजिब, शुक्र है हम पर वाजिब, शुक्र है हम पर वाजिब। അള്ളാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും ഒരു 10 സ്വലാത്ത് ബഹുമാനപ്പെട്ട നമ്മുടെ ആലിമീങ്ങളുടെ ദീർഘായുസ്സിനും ആഫിയത്തിനും വേണ്ടി ചൊല്ലി അള്ളാഹു തആല